എത്രയോ നിർമ്മാതാക്കൾ അമ്മയിലും അംഗങ്ങളാണ്, അല്ലെങ്കിൽ അമ്മയിലുള്ള അംഗങ്ങൾ മിക്കവാറും എല്ലാവരും നിർമ്മാതാക്കളാണ്. അവർക്ക് നിർമ്മാതാക്കളുടെ സംഘടനയിലാണ്. അത് എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് എന്ന് എനിക്കറിയാം. എന്റെ ലൊക്കേഷൻ സ്ഥലത്ത് മദ്യപാനം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ ആ പണം അന്ന് നിർത്തും. അതുവരെ ഇറക്കിയ പണം പോലും ഞാൻ നോക്കാറില്ല. ഗിന്നസ് വെറും നിസ്സാരമാണെന്നൊന്ന് തെളിയിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് 1 മാസം കൊണ്ടാണ് ഒരു സിനിമ ചെയ്തുകൊണ്ട് ഗിന്നസ്. സിനിമയെ ബാധിക്കില്ല, അത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ കളക്ഷനെ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ബാധിച്ചില്ല, പക്ഷെ സിനിമയെ ബാധിക്കണമെന്നില്ല. മമ്മൂക്കയാണ് എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യുന്ന അറിഞ്ഞു, നിങ്ങളുടെ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നാണ്, സിനിമയാക്കാൻ താല്പര്യമുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തെ സിനിമ അറിയില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടത്. സിനിമയുടെ സെറ്റുകളിൽ ഒരു സ്ഥലത്തും തന്നെ സംഭവം ഉണ്ടായിട്ടില്ല. അഭിനയിച്ചുള്ള ആൾക്കാർ ആരോട് ചോദിച്ചാൽ എന്റെ അറിവില്ല അങ്ങനെയാണ്. കാരണം അവരോട് പറയും എന്തുകൊണ്ടാണ് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഇത്തരം വിവാദങ്ങൾ ആരും പറയാം. ഏറ്റവും കൂടുതൽ പുതുമുഖ നവീനന്മാർ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരാതികളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് ആയിരിക്കണ്ടേ. താങ്കളുടെ സിനിമയിൽ സംവിധാനം ചെയ്ത രഞ്ജിത്തിനാണ് ഈ ദുരന്തം ഉണ്ടായത്. അതിനെക്കുറിച്ച് എന്താണ്? എനിക്ക് വളരെ വിഷമമുണ്ട്. രഞ്ജിത്ത് ഒരു നല്ല കലാകാരനാണ്. എന്റെ മുമ്പിൽ അങ്ങനെ ഇത് ഉണ്ടായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല, ആരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അതിനുശേഷം എത്രയോ നല്ല സിനിമകൾ അദ്ദേഹം വേറെ ചെയ്തിട്ടുണ്ട്. പാഞ്ചിയേട്ടൻ പോലത്തെ സിനിമ 4 മണിക്ക് കഴിഞ്ഞ് തൊട്ടടുത്ത് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ആരും തന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒന്നും പറഞ്ഞതായിട്ട് എന്റെ അറിയില്ല. ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ ഡോക്ടർ അനൂപ്, അദ്ദേഹം പ്രമുഖനായ ഒരു നടൻ കൂടിയാണ്, അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ കൂടിയാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അതായത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കാനുള്ള അമ്മയും ഹേമ കമ്മീഷനും ഒക്കെ തന്നെ, ഈ വലിയ വിവാദങ്ങൾ എന്തായിത്തീരും മലയാള സിനിമയ്ക്ക്? ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പലരും പരാതികളായി വരുന്നതൊക്കെ ഇത് മുമ്പും വന്ന പരാതികളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഇന്ന് മാധ്യമങ്ങൾ കൂടുതൽ പ്രാമുഖ്യം അതിനകത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതായത്. ഇവിടെ പ്രേക്ഷകൻ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിനിമ വിജയിക്കുന്നത് പ്രേക്ഷകനിലൂടെയാണ്. അല്ല, അങ്ങനെയല്ല. 27ഓളം പരാതികൾ ഇന്ന് തന്നെ ഉണ്ടായി. 27ഓളം പരാതികൾ പ്രമുഖ നടന്മാർക്കൊക്കെ എതിരെ പരാതികൾ വന്നു എന്നുള്ളതാണ്. ഇപ്പം കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും മുൻകൂർ ജാമ്യത്തിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മലയാള ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഒരു പ്രധാന. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇത് തുടങ്ങുന്നത് പ്രേക്ഷകനിൽ നിന്നായിരിക്കും. പ്രേക്ഷകൻ സിനിമ കാണില്ല, അല്ലെങ്കിൽ ഇന്ന നടന്മാരുടെ സിനിമ ഞങ്ങൾ കാണില്ല, ഞങ്ങളത് ഇനി മുതൽ ബോയ്ക്കോട്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഈ മലയാള ഇൻഡസ്ട്രിയെ അടിമുടി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിർമ്മാതാക്കൾ, ഇപ്പം നിർമ്മാതാക്കളെ സംബന്ധിച്ചോളം ഇന്ന് മലയാള സിനിമയിൽ കാണുന്നത് ഒരു 70% പുതുമുഖ നിർമ്മാതാക്കളാണ്. സംവിധായകരും അതെ, പുതുമുഖ സംവിധായകരും എല്ലാ വർഷവും വരുന്നു, നിർമ്മാതാക്കളും വരുന്നു. സ്ഥിരമായിട്ട് സിനിമ ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സ്ഥിരമായിട്ട് സിനിമ കിട്ടുന്ന എത്ര സംവിധായകരുണ്ട്, വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പുതിയ ആളുകൾ വരുന്നതിനും ചിലപ്പോൾ ഇതൊരു തടസ്സമായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നടിമാരെന്ന് പറഞ്ഞാൽ ജീവിത സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അഭിനയത്തിന് വേണ്ടി മാറ്റിവെച്ച വളരെ ചുരുക്കം ആളുകളാണ്. അത് നാടകരംഗത്ത് നിന്നൊക്കെ ആയിരിക്കും പലരും വന്നിട്ടുണ്ടാവും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ പോകുമ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും അവിടുത്തെ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സ്ത്രീകൾക്ക് യാതൊരു മടിയുമില്ലാതെ അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടെ വരാൻ പറ്റിയ ഒരു മേഖലയാണ് സിനിമ എന്നൊരു ധാരണയിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അടുത്തൊക്കെ പലരും എവിടെ ചെന്നാലും ചോദിക്കാറുണ്ട്, എനിക്കൊരു അവസരം തരുമോ, അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു അവസരം കൊടുക്കുമോ. അച്ഛനും അമ്മയ്ക്കും അത് ചോദിക്കുന്നതിന് ഒരു ഭയവും ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ഇത്രയും അത് താങ്കളിലുള്ള ഒരു വിശ്വാസം കൂടിയല്ലേ? അല്ല, എന്നോട് മാത്രമല്ലല്ലോ ചോദിക്കുന്നത്, എൻ്റെ സിനിമയിലല്ല ചാൻസ് ചോദിക്കുന്നത്. മകൾക്ക് ഒരു സിനിമയിൽ അവസരം വാങ്ങിക്കൊടുക്കുമോ എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നെന്നിരിക്കാം. ഇപ്പോൾ ഇതിനു മുമ്പുണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഒരു നടൻ ജയിലിലൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്ന ഒരു പുതുമുഖ നടി അതിൽ നിന്ന് പിന്മാറി. അങ്ങനൊരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നു. ഇപ്പോൾ ഷാജി കരുൺ സാറിൻ്റെ സിനിമയായിരുന്നു. ആ സിനിമയിൽ എല്ലാം തീരുമാനിച്ചതാണ്, പക്ഷെ പെട്ടെന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. വളരെ ആഗ്രഹിച്ച ആ കുട്ടിയുടെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എന്നോട് വന്ന് വളരെയധികം റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷെ പെട്ടെന്ന് പിന്മാറി. അപ്പം അന്ന് ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ വന്നെന്നിരിക്കും. അതായത് ഇത് വ്യാപകമായിട്ട് ഇത്തരത്തിൽ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത ഒരു സാധാരണ ഏതെങ്കിലും ഒരു ചാനലിലല്ല, രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് ഇതാണ്. അതിൽ പ്രമുഖരായ നടന്മാരടക്കം വന്നിരിക്കുന്നത്, ആരും ഇല്ലേ ബാക്കി. താങ്കൾ എത്ര സിനിമകൾ ഇപ്പൊ അഭിനയിച്ചു?
അഭിനയിച്ചതാണ്. ആ. 16 ആണ് എൻ്റെ ഓർമ്മ. താങ്കൾക്ക് അമ്മയിൽ നിന്ന് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ 1 വർഷം മുമ്പ് അപ്ലൈ ചെയ്തു. ഇതുവരെ അതിന് എനിക്ക് മറുപടി തന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും താങ്കൾക്ക് മെമ്പർഷിപ്പ് തരേണ്ടതല്ലേ? അല്ല, അവർക്ക് അവരുടെ ചിന്താഗതി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഒരു അംഗത്തിന് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രയോ നിർമ്മാതാക്കൾ അമ്മയിലും അംഗങ്ങളാണ്. അല്ലെങ്കിൽ അമ്മയിലുള്ള അംഗങ്ങൾ മിക്കവാറും എല്ലാവരും ഇന്ന് നിർമ്മാതാക്കളാണ്. അവർക്ക് നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗത്വമുണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ തരാതിരിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു അഭിനയ രംഗത്ത് തുടരണമെങ്കിൽ അമ്മയിൽ അംഗത്വം ഉണ്ടെങ്കിലേ തുടരാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പ്രത്യേകിച്ച് ഞാൻ അച്ഛനൊരു വാഴ വെച്ചു എന്ന സിനിമ വന്നപ്പോൾ അതിലെ പ്രധാന നടനായിട്ട് ഞാനാണ് അഭിനയിച്ചത്. അപ്പം അങ്ങനെ ഒരു നടനായിട്ട് ഞാൻ രംഗത്തുള്ളപ്പോൾ, അതിനു മുമ്പ് അപ്പുവിൻ്റെ സത്യാന്വേഷണം എന്ന് പറഞ്ഞ സിനിമയിലും ഞാനായിരുന്നു പ്രധാന കഥാപാത്രം. അപ്പം അങ്ങനെ അടുത്തടുത്ത സിനിമകൾ ചെയ്ത സ്ഥിതിക്ക് ഇനി അംഗത്വം എടുക്കാത്തത് ഒരു ഇഷ്യൂ ആകണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്തത്. അവർക്ക് മെമ്പർഷിപ്പ് തരണ്ട എന്ന് ആഗ്രഹമുണ്ട്. എന്നെ ഒരു രീതിയിൽ അത് ബാധിക്കുന്ന കാര്യമല്ല. ഈ അമ്മ എന്നുള്ള സംഘടന എന്തായി തീരും താങ്കളുടെ അഭിപ്രായത്തിൽ? അതൊരു വളരെ അല്ല, ഞാൻ പറയുന്നത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു സംഘടന ആവശ്യമാണ്. ഞങ്ങൾക്ക് നിർമ്മാതാക്കൾക്കുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുണ്ട്, എക്സിബിറ്റേഴ്സിനുണ്ട്. അതുകൊണ്ട് അഭിനയിക്കുന്നവർക്കൊരു സംഘടന നിർബന്ധമായിട്ട് വേണം. മുൻകാലത്ത് അഭിനയിച്ച് റിട്ടയർ ചെയ്ത ആൾക്കാരെ സഹായിക്കാനും അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ രംഗത്ത് ഒരു ഉപദേശം കൊടുക്കാനൊക്കെ ഒരു സംഘടന ആവശ്യമാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്ന് മുൻനിരയിലുള്ളവർ ഇപ്പോൾ എല്ലാവരും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ രംഗത്ത് അഭിനയിക്കുന്ന ഇനിയും ആളുകൾ രംഗത്തുണ്ടല്ലോ. അപ്പോൾ വരാം. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഇതൊരു നിയമയുദ്ധമാണെങ്കിൽ നിയമയുദ്ധത്തിൽ പരിശുദ്ധി തെളിയിച്ച് വരുന്നവർക്ക് വീണ്ടും തിരിച്ചു വരാമല്ലോ. ഇപ്പോൾ രാജിവെച്ചവർക്ക് തിരിച്ചു വരാൻ പാടില്ല എന്നില്ല. അപ്പം അതൊരു തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംഘടനയിലുള്ള എല്ലാവരും അംഗത്വം രാജിവെച്ചാലാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാവും തോന്നുന്നില്ല. അല്ല, ആ സംഘടനയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്ന പെൺകുട്ടികളെ മുഴുവൻ അവർ ദുരുപയോഗം ചെയ്യാൻ ചില കണ്ടീഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം മുകേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങൾക്ക് വഴങ്ങി തന്നാൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അമ്മ എന്നുള്ള സംഘടന നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, ഞാനൊരു മുഴുവൻ സമയ സിനിമാ പ്രവർത്തകനല്ല. പിന്നെ എൻ്റെ 25-ലധികം സിനിമ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വിരലിൽ എണ്ണാവുന്ന സിനിമകളിലെ ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുള്ളൂ. അതേസമയം ലൊക്കേഷനിൽ നിന്ന് ഞാൻ നിർബന്ധമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ട. എൻ്റെ ലൊക്കേഷനിലൊന്നും ലൊക്കേഷനകത്ത് ഇത് വെച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മദ്യപാനം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ലൊക്കേഷൻ സ്ഥലത്ത് ഒരു മദ്യപാനം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ ആ പണം അന്ന് നിർത്തും. അതുവരെ ഇറക്കിയ പണം പോലും ഞാൻ നോക്കാറില്ല. അങ്ങനെ തീരുമാനങ്ങൾ ബിസിനസ് രംഗത്ത് പോലും എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ആ ഏരിയയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചയമില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ നടൻ എന്നുള്ള രീതിയിലും ഞാൻ അഭിനയിക്കാൻ പോയ സിനിമകളിലൊന്നും ഇപ്പം ഞാൻ നിർമ്മിച്ച സിനിമകളെക്കാൾ കൂടുതൽ ഞാൻ നിർമ്മിക്കാത്ത സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ തമിഴിലും അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഒരു വലിയ തമിഴ് സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെയുള്ളൊരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ മെഡിമിക്സ് എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ ഏറ്റവും അധികം ബിസിനസ്സുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സായിരുന്നു. താങ്കൾ ഈ സിനിമയിലേക്ക് വരാനുള്ള താല്പര്യം എന്തായിരുന്നു? സിനിമ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഒരു നാടക നടനായിരുന്നു. പക്ഷെ അന്നൊന്നും സിനിമയിലോട്ട് ആഗ്രഹമില്ലായിരുന്നു. പിന്നീട് മലയാളം തമിഴ് ചാനലുകൾ വന്നപ്പോൾ, ഇപ്പോൾ പ്രൈവറ്റ് ചാനലുകൾ വന്നപ്പോൾ, ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളിൽ, സൂര്യ പോലെയുള്ള ചാനലുകളിലൊക്കെ ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. അന്ന് ചെറിയ മെഗാ സീരിയലുകളല്ലല്ലോ, ചെറിയ സീരിയൽ, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ തൃപ്തനായിരുന്നില്ല. അതുകൊണ്ട് അതും ഞാൻ നിർത്തിയതാണ്. ആ കാലത്ത് സിനിമാ അഭിനയത്തിന് വേണ്ടി നിരവധി ആളുകൾ, പ്രമുഖ സംവിധായകർ പോലും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അന്നും ഞാനത് നിഷേധിച്ചതാണ്. കാരണം ബിസിനസ്സായിരുന്നു എൻ്റെ മുഖ്യ ഘടകം. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുട്ടിക്കാലം മുതലേ കുടുംബത്തിൽ ഗുരുദേവനുമായിട്ടുള്ള ബന്ധം വെച്ച്, ആത്മീയ ബന്ധം, ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട്, ആത്മീയമായിട്ട് മാത്രമല്ല അത്. എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു അലോപ്പതി ഡോക്ടറാണ്. ഗുരുദേവന്റെ അവസാന കാലത്ത് പോലും മൂത്ര തടസ്സം വന്ന ഡോക്ടർ സിദ്ധന്റെ അച്ഛൻ, ഡോക്ടർ സിദ്ധന്റെ അച്ഛനാണ് ഡോക്ടർ പത്മനാഭൻ. അപ്പൊ ഡോക്ടർ സിദ്ധന്റെ കാലത്ത് ഗുരുദേവൻ ഇല്ല. ഗുരുദേവന് മുമ്പ്, ഗുരുദേവൻ 27-ലാണ് സമാധിയാകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയും. അപ്പോൾ ഡോക്ടർ പത്മനാഭൻ അദ്ദേഹം ഗുരുദേവനെ ചികിത്സിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ കുടുംബത്തിൽ വേറൊരു മാമി വൈദ്യർ, ചോലയിൽ മാമി ഡോക്ടർ വൈദ്യർ. പത്മനാഭൻ, ഡോക്ടർ പപ്പു എന്ന് പറയുന്ന അല്ല, അത് വേറെ. ആ. അത് ഡോക്ടർ സി പത്മനാഭനാണ്. അത് അദ്ദേഹം എറണാകുളത്ത് തന്നെയാണ്. അപ്പൊ ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ ഉണ്ടായിരുന്ന സമയത്ത് മൂത്ര തടസ്സമൊക്കെ ഉണ്ടായ സമയത്ത് ചികിത്സിച്ച് കൂടെ ശിവഗിരി വരെയൊക്കെ യാത്ര ചെയ്തൊക്കെ അനുഭവങ്ങൾ എനിക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ മാമി വൈദ്യർ എന്ന് പറയുന്ന മറ്റൊരു ആയുർവേദ ആചാര്യനായിരുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഗുരുദേവന്റെ ജീവിതകാലം മുഴുവൻ ആയുർവേദ ചികിത്സയ്ക്ക് കൂടെ നടന്നിട്ടുള്ള ആളാണ് മാമി വൈദ്യർ. ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ വളരുന്നത്. ആത്മീയ ബന്ധത്തെക്കാൾ കൂടുതൽ. അതുപോലെ അച്ഛൻ്റെ അച്ഛൻ AC ഗോവിന്ദൻ, അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ധാരാളം പരാമർശമുണ്ട് ഗുരുദേവനുമായിട്ടുള്ള ബന്ധങ്ങൾ. കുട്ടിക്കാലത്ത് പോലും ഗുരുദേവൻ കൊടുങ്ങല്ലൂരിലുള്ള വീട്ടിൽ വരുമ്പോൾ ഗുരുദേവന്റെ മടിയിലിരുന്ന് കളിച്ച കഥ മുതൽ പിന്നീട് ഉപദേശം കൊടുക്കുന്നത് വീട്ടിലെല്ലാവർക്കും വിദ്യാഭ്യാസമാണ് പ്രധാനം, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്നൊക്കെയുള്ള ഗുരുദേവന്റെ ഉപദേശം. ഇപ്പൊ ഞാനിത് വായിക്കാത്ത കാലത്ത് പോലും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നോട് പലരും ഇന്റർവ്യൂവിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഗുരുദേവൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കൊടുത്ത ഉപദേശങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, അങ്ങനെയാണെങ്കിൽ പണം ഉണ്ടാകുന്ന കാലത്ത് ഗുരുദേവന്റെ കാര്യങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ, അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പം അതിന് സിനിമയാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെയാണ് യുഗപുരുഷൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റുമായി സംവിധായകൻ സുകുമാരൻ സാർ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന അന്നേ അറിയാം. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ നൽകുന്നൊരു കാണിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വർണം കൊണ്ടൊരു തുലാഭാരം തൂക്കുന്നേക്കാട്ടും നല്ലതാണ് ആ സിനിമ ചെയ്തതെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അത്ര ആളുകളിലേക്ക് എത്തുവാൻ അടുത്ത തലമുറ ഒരു 50 കൊല്ലം കഴിഞ്ഞെങ്കിലും അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ ആ സിനിമ രംഗത്തേക്ക് വരുന്നത്. AVA പ്രൊഡക്ഷൻസ് ആരംഭിക്കുന്നത് യുഗപുരുഷൻ സിനിമ ചെയ്യാൻ വേണ്ടി. പക്ഷേ യുഗപുരുഷൻ ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ സെറ്റുകൾ ഇടണമായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഇപ്പം ഇലക്ട്രിസിറ്റി വ്യാപകമായിട്ടില്ല. പിന്നെ ഈ റബ്ബർ മരങ്ങളൊന്നും അന്നില്ല. അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അപ്പൊ ശിവഗിരിയിൽ പോലും മാറ്റങ്ങൾ വന്നു, അരുവിപ്പുറത്ത് മാറ്റം വന്നു, ചെമ്പഴന്തിയിൽ മാറ്റം വന്നു. അപ്പൊ ഈ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാം സെറ്റ് ഉണ്ടാക്കണം. അതൊക്കെ വലിയ ചെലവുള്ളതുമായിരുന്നു, കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അരുവിപ്പുറമൊക്കെ ഇപ്പൊ ആ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരു ഒറിജിനൽ അരുവിപ്പുറം തന്നെയാണ്. അതുപോലത്തെ സ്ഥലം തേടി കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി താമസം വന്നപ്പോഴാണ് ഞാൻ പ്രണയകാലം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് റിലീസ് ചെയ്ത സിനിമ പ്രണയകാലം. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു? അത് സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ പുതുമുഖങ്ങളാണ് അഭിനയിച്ചത്, പുതുമുഖ സംവിധായകനായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികം. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി നന്നായിട്ട് പറയുന്നു. അതിലെ പാട്ട് വളരെ ഹിറ്റായി. ആ വർഷത്തെ 2 സംസ്ഥാന അവാർഡ് കിട്ടി ആ സിനിമയ്ക്ക്. അങ്ങനെയൊക്കെയാണ് അതിന്റെ തുടക്കം. ഈ യുഗപുരുഷന് എത്ര കോടികൾ ചെലവായി? അന്നത്തെ കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7 കോടിയോളം. അതായത് ഏത് വർഷമാണ് എടുത്തത്? ഇത് 2007 നിർമ്മാണം തുടങ്ങിയതാണ്. പക്ഷെ 10 വരെ പോയി. അതിന്റെ 3 വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. അതെ. അത് എത്രമാത്രം സാമ്പത്തിക വിജയം നേടാൻ പറ്റി? അതാ ഞാൻ പറഞ്ഞു. അത് എനിക്കോട് മലയാള സിനിമയിൽ 8 നിലയിൽ പൊട്ടിയ 1-ാം നമ്പർ സിനിമ എന്നുള്ള രീതിയിൽ. ഇന്ന് വലിയ വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് അതിനെക്കാട്ടും കൂടുതൽ നഷ്ടം വന്നു കാണും. പക്ഷെ പെർസെൻറ്റേജ് ഓഫ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ എക്കാലത്തെയും വലിയ റെക്കോർഡ് എൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം എനിക്ക് ഗിന്നസ് റെക്കോർഡുള്ള ആളാണ്. അപ്പൊ ഈ വിഷയത്തിലും റെക്കോർഡ് തന്നെയാണ്. താങ്കൾക്ക് ഏത് വിഷയത്തിലാണ് ഗിന്നസ് റെക്കോർഡ് ഉള്ളത്? അത് സിനിമയിൽ തന്നെയാണ്. അതും എന്താണെന്ന് വെച്ചാൽ, മെഡിമിക്സ് ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. അപ്പോൾ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് പവർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഹാൻഡ് മെയ്ഡ് സോപ്പിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സോപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഗിന്നസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോപ്പ്, അല്ല ആ രീതിയിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്ക് തന്നെയാണ്. അപ്പോൾ ഗിന്നസുകാരെ അറിയിച്ചു. അവരും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു യെസ്, നിങ്ങൾ തന്നെയാണ് നമ്പർ 1. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് അവർ അത് പരിശോധിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു റെക്കോർഡും മറ്റുള്ളവർക്ക് ഭേദിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ റെക്കോർഡ് ഒരു കാലത്തും ആർക്കും ഇനി ഭേദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ 30-40 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്പീഡാണ്. അത് പെട്ടെന്ന് ഒരാൾക്ക് എൻ്റർ ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് യോഗ്യതയില്ല എന്നാണ് അറിയിച്ചത്. അപ്പോൾ അത് റെക്കോർഡ് വേറെ ആള് നാളെ ഭേദിക്കണം. അതെ, ഭേദിക്കാൻ പറ്റില്ല. ഭേദിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും അതുകൊണ്ട് ഗിന്നസിന് യോഗ്യനല്ല. അപ്പോഴാണ് എനിക്കൊരു വാശി വന്നു. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് കിട്ടില്ല, എന്നാൽ ഞാൻ ഗിന്നസ് വെറും നിസ്സാരമാണെന്നൊന്ന് തെളിയിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ 1 മാസം കൊണ്ടാണ് ഒരു സിനിമ ചെയ്തുകൊണ്ട് ഗിന്നസ് എടുക്കുന്നത്.
അപ്പോൾ അതിന്റെ സംവിധായകൻ വിജേഷ് മണി ഇതേമാതിരി ഒരു ഗിന്നസിന് വേണ്ടി കുറെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അദ്ദേഹം ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എഗെയിൻ ഗുരുദേവനെ വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ശിവഗിരി തന്നെ പോയി ഒരു സാധനം. അപ്പൊ അവന് സിനിമയുടെ ക്വാളിറ്റിക്ക് പ്രാധാന്യം ഇല്ല. അവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി അല്ല പ്രധാനം, ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ 51 മണിക്കൂർ കൊണ്ട് കഥ എഴുതി കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് അഭിനയിക്കുന്നവരെ തെരഞ്ഞെടുത്ത് മേക്കപ്പ് ഇട്ട് അഭിനയിപ്പിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി ഡബ് ചെയ്ത് സെൻസർ ചെയ്ത് 51 മണിക്കൂറാണ് സെൻസർ ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് തിയേറ്ററിൽ പടം എത്തിച്ചു. അതും സത്യം പറഞ്ഞാൽ ഇനി അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് 2 സർക്കാർ ഇൻവോൾവ് ആണ് ഇതിനകത്ത്. ഡോക്യുമെന്ററി അല്ല, ഇതിന്റെ സെൻസർ ചെയ്യുക എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകളാണ് സഹകരിക്കേണ്ടത്. പിന്നെ അത് രാത്രി 12 മണിക്ക് ശേഷമാണ് പടം തയ്യാറായത്. അപ്പൊ അത് സർക്കാർ കൈരളി തിയേറ്ററൊക്കെ അതിനുവേണ്ടി തുറന്നു തന്നു. അപ്പൊ അതെല്ലാം സഹായിച്ചു എന്നുള്ളതാണ്. കാരണം അത് ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആ റെക്കോർഡ് ഇന്നും ഇന്ത്യയുടെ പേരിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഒരു മലയാളത്തിന്റെ പേരിലല്ല, സംസ്ഥാനത്തിന്റെ പേരിലല്ല, ഇന്ത്യയുടെ പേരിലാണ്. അതുകൊണ്ടായിരിക്കാം എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സഹകരണം ഇനി എല്ലാവർക്കും ഇനി ഈ കാലത്ത് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതും ഒരു റെക്കോർഡായി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എടുത്ത സിനിമകളിൽ ഏതെങ്കിലും സിനിമ വൻ വിജയം നേടിയിട്ടുണ്ടോ? പണം മുടക്കി തിരിച്ചു കിട്ടി? അല്ല, പണം മുടച്ച് കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ ഒന്നും തന്നെ അങ്ങനെ വലിയ സിനിമകളല്ല. ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു 30-40 കോടി ചെലവഴിച്ച് ചെയ്ത സിനിമ 100 കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞാലും അയാൾക്ക് മിക്കവാറും പ്രൊഡ്യൂസർക്ക് പണം തിരിച്ചു കിട്ടി കാണില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന ഗ്രോസ് കളക്ഷന്റെ ഒരു 1/3 പൈസ മാത്രമേ പ്രൊഡ്യൂസർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 100 കോടി കളക്ട് ചെയ്താൽ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് 35 കോടിയാണ്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 3-4 കോടിയിൽ ചെയ്ത ഒരു സിനിമയ്ക്ക് 5 കോടി തിരിച്ചു കിട്ടിയാൽ അയാൾക്ക് ഏതാണ്ട് 30-35% റിട്ടേൺസ് വന്നു. അതേസമയം 30 കോടി എടുത്ത സിനിമക്കാരന് ചിലപ്പോൾ 5%-6% റിട്ടേൺ വരുന്നുണ്ടാവും. കോടികളുടെ കണക്ക് പറഞ്ഞാൽ മറ്റേ സിനിമകൾ വലുതായിരിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം ചെറിയ സിനിമകളാണ്. അതുപോലെ ചെറിയ ചെറിയ റിട്ടേൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. താങ്കൾ സിനിമാ ലോകത്ത് 26 സിനിമ എടുത്തു, അഭിനയിച്ചു, പ്രൊഡ്യൂസ് ചെയ്തു, എല്ലാ അനുഭവമുണ്ട്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണോ വേണ്ടേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, പൂർണ്ണമായിട്ട് അത് വിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു റിപ്പോർട്ട് ഇങ്ങനെ അത് വിവരാവകാശ നയപ്രകാരം അവർ കട്ട് ചെയ്യാൻ പറഞ്ഞ പ്രകാരം അവർ പറഞ്ഞതും കട്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പൂർണ്ണമായ ഭാഗം വന്നിട്ടില്ല. അല്ലെ, അതാ പറയുന്നത്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം തന്നെയാണ് ഞാനും പറയുന്നത്. അത്തരം കാരണം ഈ ഹേമ കമ്മിറ്റി അവർ എങ്ങനെയാണ് ഇത് അന്വേഷണം നടത്തിയത് എന്ന് എനിക്കറിയില്ല. പിന്നെ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എന്നോടൊന്നും ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവര് നടിമാരോട് മാത്രമാണോ ചോദിച്ചതെന്നും എനിക്കറിയില്ല. ഇപ്പൊ നിർമ്മാണ രംഗത്തും നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടല്ലേ. സ്ത്രീകളുടെ പ്രോബ്ലംസ് ആയിരുന്നു. അല്ല, റിപ്പോർട്ട് അങ്ങനെയല്ല. റിപ്പോർട്ട് സ്ത്രീകളുടെ മാത്രം ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. അവിടെ സിനിമാ രംഗത്ത് ഷൂട്ടിങ്ങിന് സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു പണ്ടൊക്കെ അത് വളരെ കൂടുതലായിരുന്നു. പ്രധാന നടന്മാർക്ക് പ്രത്യേക ഭക്ഷണം, സാധാരണക്കാർക്ക് വേറെ ഭക്ഷണം. ഇപ്പൊ ഒന്നും അങ്ങനെ ഇല്ല. മലയാള സിനിമയിൽ അങ്ങനത്തെ ഒന്നും ഇപ്പൊ അങ്ങനെ ഉള്ളതായിട്ട്. ഈ ഭക്ഷണക്കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ ഇല്ല സത്യം പറഞ്ഞു. ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ എന്നെ മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയുമ്പോൾ അതുകൊണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ എന്റെയൊക്കെ ഇപ്പൊ ഒരു ഡോക്യുമെന്ററി വർക്കാണെങ്കിൽ പോലും നമ്മളെല്ലാവർക്കും ഒന്നിച്ച് ഒരേ ഭക്ഷണമാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കുന്നത് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുന്നുണ്ട്. എന്റെ പ്രൊഡക്ഷനിൽ ഒരുമിച്ചുള്ള ഭക്ഷണം ഒരുമിച്ച് തന്നെയാണ് എല്ലാവരും ഭക്ഷണം. പിന്നെ കാരവനിൽ ഇരിക്കുന്നവർ കാരവനിൽ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഭക്ഷണത്തിന് പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ അതുപോലെ ഇപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ തലപ്പോൾ ഒരു വീട്ടിനകത്താണ് ഷൂട്ടിംഗ് നടക്കുന്നതെങ്കിൽ ആരും കാരവൻ ഉപയോഗിക്കാറൊന്നുമില്ല. സൂപ്പർ താരങ്ങളൊക്കെ കാരവനിലിരിക്കും. അല്ലാത്തവരൊന്നും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. മലയാള സിനിമ ഇതുകൊണ്ട് നശിക്കും അല്ല നശിക്കില്ല എന്താണ് താങ്കളുടെ ഒരു ഒറ്റ വാക്കിൽ പറയാനുള്ളത്? നശിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വ്യക്തികളെ കുറിച്ചല്ല ആരോപണം, സിനിമയെക്കുറിച്ചല്ലല്ലോ. മലയാള സിനിമയ്ക്ക് നിലവാരമുണ്ട്. മലയാള സിനിമ ലോകത്തിന്റെ എല്ലാ കോണറുകളിലും എത്തി നിൽക്കുന്ന ഒരു കാലമാണ്. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് മലയാള സിനിമയെക്കുറിച്ച് ലോക ജനതയ്ക്ക് പരിചയമില്ലായിരുന്നു. ഇന്ന് മറ്റു ഭാഷ സംസാരിക്കുന്നവർക്ക് പോലും മലയാള സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പോലും ആളുകൾ മലയാള സിനിമയെക്കുറിച്ച് പറയാറുണ്ട് എന്നോട്. അപ്പോൾ ആ രീതിയിൽ മലയാള സിനിമയെ അത് ബാധിക്കുന്നില്ല. മലയാള സിനിമയിൽ ഇന്നുള്ള ചില വ്യക്തികളെ അത് ബാധിച്ചെന്നിരിക്കാം. അവരില്ലെങ്കിലും പുതിയ ആളുകൾക്ക്
ഇവിടെ ഏത് വ്യക്തികളില്ലെങ്കിലും ഏത് പ്രമുഖരായ നടന്മാരില്ലെങ്കിലും അത് സിനിമയെ ബാധിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്. സിനിമയെ ബാധിക്കില്ല, അതാ ഞാൻ പറയുന്നത്. സിനിമയുടെ കളക്ഷനെ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ബാധിച്ചെന്നിരിക്കാം, പക്ഷെ സിനിമയെ ബാധിക്കണമെന്നില്ലല്ലോ. ഇവിടെ സിനിമ നിലനിൽക്കും, സിനിമ ഈ തീർച്ചയായിട്ടും നടന്മാര് നിലനിന്നില്ലെങ്കിലും സിനിമ നിലനിൽക്കും എന്നാണ് താങ്കൾ അതെ പറഞ്ഞത്. നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും, പക്ഷെ ഇതെല്ലാം കോടതിയാണല്ലോ തീരുമാനിക്കുന്നത്. അല്ല, അതെ, അത് നമ്മൾ പോണില്ല. ഈ പരാതികൾപ്പെട്ട നടന്മാർ, അതിപ്പം സൂപ്പർ താരങ്ങൾ അടക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നത്. പരാതികൾ വന്നു എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും ടോപ്പുള്ള നടന്മാർക്കെതിരെ അടക്കം പരാതികൾ വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പുതിയ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരൊന്നില്ലെങ്കിൽ പോലും മലയാള സിനിമ നിലനിൽക്കും എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ അടിവരായിട്ട് പറയും. താങ്കളുടെ സിനിമയായിരുന്നു പാലേരി മാണിക്യം. ഈ പാലേരി മാണിക്യത്തിന്റെ സംവിധായകൻ രഞ്ജിത്തായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു ബംഗാളി നടി ഒരു പരാതി കൊടുക്കുകയും അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ഇത് താങ്കൾക്ക് അറിയുമായിരുന്നില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കുള്ളിൽ നടക്കുന്നു എന്നുള്ള കാര്യം? അല്ല, പാലേരി മാണിക്യത്തിന്റെ സെറ്റിൽ ഈ സംഭവം നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ആ പരാതിയെ പറ്റി ഞാൻ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ മറ്റെവിടെയോ വെച്ച് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം എന്നാണ് പറയുന്നത്. എറണാകുളത്തെ അപ്പൊ അദ്ദേഹം അത് പാലേരി മാണിക്യത്തിന് വേണ്ടി തന്നെ ആയിരുന്നോ കണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടും എൻ്റെ അറിവിലില്ല. അപ്പോൾ സിനിമ നടന്ന സമയത്ത് ആരും തന്നെ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, എത്രയോ നടിമാർ അഭിനയിച്ച സിനിമയാണ് പാലേരി മാണിക്യം. അതിൽ കൂടുതലും പുതുമുഖ ആളുകളായിരുന്നു. ആ പാലേരി മാണിക്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, നാടക നടീനടന്മാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ഒരു നാടക കളരി ഞങ്ങൾ കോഴിക്കോട് സംഘടിപ്പിക്കുകയും ആ കളരിക്ക് വേണ്ടി പുതുമുഖ കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരും അഭിനയിച്ചിട്ടില്ലാത്ത കഥാപാത്രങ്ങളുള്ള ഒരു നോവല് തേടിയുള്ള യാത്രയിലാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ ടി.പി. രാജീവന്റെ ബുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ആ സിനിമ. അത് സിനിമ ആയിരുന്നില്ല, നാടക കളരിക്ക് വേണ്ടി എടുത്തതാണ്. മമ്മൂക്കയാണ് എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന അറിഞ്ഞു, ഇങ്ങനെ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു, അങ്ങനെയാണെങ്കിൽ സിനിമയാക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഞാൻ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് മറുപടി പറയാം. വായിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഉടനെ ഡേറ്റ് തരാം, നമുക്ക് ഉടനെ തുടക്കം എന്ന്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ആ പടം തുടങ്ങുന്നത്. അത് തുടക്കം മുതൽ അവസാനം വരെയും നല്ല പേര് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ സിനിമ തീർന്നതും. പിന്നീട് സിനിമയെക്കുറിച്ച് മാത്രമേ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒരു ചർച്ച ഇത്രയും വർഷങ്ങളായിട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സിനിമയുടെ സെറ്റിൽ നടക്കാത്തൊരു കാര്യത്തെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ഈ നടിയെ, ബംഗാളി നടിയാണല്ലോ ഇപ്പം വിവാദമായിട്ട്, ആ നടിയെ ഇതിൻ്റെ അത് കാസ്റ്റ് ചെയ്തിരുന്നു? ഇല്ല, എൻ്റെ അറിവിലില്ല. അപ്പൊ താങ്കൾക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തെ സിനിമാ നടിയെ അറിയേയില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു കഥാപാത്രം. ഈ പാലേരി മാണിക്യം രണ്ട് തരത്തിലാണ് ഇപ്പം ഇങ്ങനെ ഇത് വാർത്തയിൽ നിന്ന് അറിയുന്നത്. ഒന്ന്, അത് പ്രശസ്തമായ ഒരു സിനിമയാണ്, അവാർഡ് കിട്ടിയ സിനിമയാണ്. മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിരുന്നു, ജീവിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു പാലേരി മാണിക്യമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നത്, ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ ഇതിൽ ഈ സിനിമയിൽ അഭിനയിച്ച ആരോട് ചോദിച്ചാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയുടെ സെറ്റുകളിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൽ അഭിനയിച്ചുള്ള ആൾക്കാർ ആരോട് ചോദിച്ചാലും അങ്ങനെയാണ് എൻ്റെ അറിവിൽ. അങ്ങനെയാണ്. കാരണം ഉണ്ടെങ്കിൽ അവരെന്നോട് പറയില്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ ശ്വേതാ മേനോനൊക്കെ ആയിരുന്നല്ലോ പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പുതുമുഖ നടീനെയാണ് അതിനകത്ത് മാണിക്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊന്നും അങ്ങനെ എൻ്റെ അറിവിൽ യാതൊരു വിധത്തിലുള്ള അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സംഭവം ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമകളിലൊക്കെ, അതായത് ഈ വർഷം പുതുമുഖ ധാരാളം പുതിയ ആളുകൾ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. 100ഓളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ സിനിമകളെ ഏറ്റവും ബാധിച്ചിട്ടുണ്ടോ? അല്ല, ബാധിക്കണമെങ്കിൽ അതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം. അതാണ് എന്തുകൊണ്ടാണ് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെ പറ്റി ഇത്തരം വിവാദങ്ങൾ ആരും പറയാത്തത്? ഏറ്റവും കൂടുതൽ പുതുമുഖ നടീനടന്മാർ വരുന്നൊരു കാലഘട്ടമാണത്. അപ്പം അങ്ങനെയാണെങ്കിൽ പരാതികളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് ആയിരിക്കണ്ടേ? 10 വർഷമോ 20 വർഷം മുമ്പ് നടന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ വന്നുകൂടായില്ല, എനിക്കറിയില്ല. ഏതായാലും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അത് എന്താണെന്ന് കൂടെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. അതായത് ഈ 2 വർഷത്തിനുള്ളിൽ വന്ന സിനിമകളിൽ അവിടെ അതിൽ പങ്കെടുത്ത നടികളോ ആരും തന്നെ പരാതി വന്നിട്ടില്ല. മുമ്പ്
സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളുകളാണ് ഈ പരാതിയുമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് യാതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലല്ല, എൻ്റെ ഒരു സംശയം ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന സിനിമകളെ കുറിച്ച് താങ്കൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്ഥിരമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് അതിലേക്ക് അല്ല, ആ അർത്ഥത്തിലല്ല. പുതുമുഖ നടിമാർ ഇപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ടല്ലോ, ഇപ്പോഴും വന്നുകൊണ്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴും അവസരം ചോദിച്ചു വന്നിട്ട് അവസരം കിട്ടാതെ പോയി കാണുമല്ലോ. അതിനെപ്പറ്റിയും ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ പറയാമല്ലോ. അപ്പം ഇത്രയും ശക്തം, ഇപ്പം ഇന്നത്തെ ഒരു ടീമിനെ കുറിച്ചാണ് ഇപ്പോൾ ഇത്രയും ചർച്ചകൾ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിനെ പറ്റിയല്ലേ കൂടുതൽ വരേണ്ടതാണ് എൻ്റെ ഒരു ചോദ്യം. അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ പാലേരി മണിക്കും പിന്നെ വേറൊരു സിനിമയിലാണ് ഇപ്പോൾ വിവാദം വന്നിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദേ ഇങ്ങോട്ട് നോക്കിയതിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ആരോ പറഞ്ഞതായിട്ട് കേട്ടു. അതിലും അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എൻ്റെ അറിവിൽ. അങ്ങനെ അവിടെ പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഈ സെറ്റുകളിൽ പോകാറില്ല. എൻ്റെ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാകും, അല്ലെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ടീമൊക്കെയാണ് എന്നെ വിളിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാറുള്ളത്. പക്ഷെ താങ്കളുടെ സിനിമയിൽ സംവിധാനം ചെയ്ത രഞ്ജിത്തിനാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം രഞ്ജിത്ത് ഒരു നല്ല കലാകാരനാണ്. എൻ്റെ മുമ്പിൽ അങ്ങനെ ഇത് ഉണ്ടായിട്ട് തെറ്റ് ഞാൻ കണ്ടിട്ടില്ല. ആരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ. അതുമാത്രമല്ല, അതിനുശേഷം എത്രയോ നല്ല സിനിമകൾ അദ്ദേഹം വേറെയും ചെയ്തിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ പോലത്തെ സിനിമ പാലേരി മാണിക്യം കഴിഞ്ഞ് തൊട്ടടുത്ത് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും തന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒന്നും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അദ്ദേഹത്തിന് രേവതിയിലൊരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയില്ല. രേവതിയിലൊരു കുട്ടി അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. എനിക്കറിയില്ല, എന്നോടാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിവാദമുള്ള ഒരാൾ ഇപ്പോൾ കേസിൽപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിത്തീരുന്നു? അല്ല, അദ്ദേഹം ഒരു സ്ഥാനം വഹിക്കുന്നതുകൊണ്ട് സ്ഥാനം അദ്ദേഹത്തിന് വിടേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് അഗെയിൻ കോടതിയിൽ ആണല്ലോ. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന പോലെ തന്നെയാണല്ലോ ഒരു അധ്യക്ഷ പദവി രാജിവെക്കുന്നത്. അപ്പോൾ അദ്ദേഹം പരിശുദ്ധനാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാം. അദ്ദേഹം പരിശുദ്ധനല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? എന്തായാലും പാലേരി മാണിക്യത്തിൽ അതിൻ്റെ സിനിമാ സെറ്റുകളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് ആ സിനിമയുടെ സെറ്റിലല്ല, വേറെ എവിടെയോ വെച്ചുണ്ടായ ഒരു സംഭവം പാലേരി മാണിക്യവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് എന്നാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ അനൂപ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.